Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. ഒരിക്കലും ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ ചില മെഡിക്കൽ കോളേജിൻ്റെ ഓഡിറ്റോറിയം ആളേക്ക് എടുത്തിട്ട് അവിടുത്തെ യൂത്ത് അറേഞ്ച് ചെയ്തിട്ട് വലിയ ശുശ്രൂഷ. അതിൽ ലഞ്ച് ടൈമിൽ ഞാൻ ഒരുമിച്ച് ഇവർ കോർ ടീം എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ചോദിച്ചു, മോനെ നിങ്ങൾ എന്ത് ഇത്ര റിസ്ക് എടുത്തേ? അപ്പോൾ അതിൽ BS നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു, ബ്രദർ അറിയണോ, നാട്ടിൽ മാലാഖയെപ്പോലെ നടന്ന പലരും ഇവിടെ വന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടിക്കൊടുക്കുന്ന ഏജൻറ്റാ. ഒരു പാസ്റ്ററുടെ മോളെ പറ്റി പറഞ്ഞു, അവൾ നാട്ടിൽ ചെല്ലുമ്പോൾ വേറെ ഡ്രസ്സ്, ഇവിടെ വരുമ്പോൾ വേറെ ഡ്രസ്സ്, നാട്ടിൽ കണ്ട അവൾ പുണ്യവതിയാണ്, മാലാഖയെപ്പോലെ നടക്കുന്നത്, ഇവിടെ അവളാണ് പ്രധാന ഏജൻറ്റ്. അപ്പോൾ ഒരു വേറെ പയ്യനോട് പറഞ്ഞു, ബ്രദർ അറിയണോ, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു, തെറ്റാണ് എങ്കിലും അന്ന് പ്രേമിച്ചു. പക്ഷെ ബ്രദറെ ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും വെക്കേഷൻ ടൈം ആയപ്പം ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇപ്രാവശ്യം നമുക്ക് ലീവിന് പോകണ്ട, നമുക്ക് ഇവിടെ തങ്ങാം. അങ്ങനെ ഇവള് നിർബന്ധിച്ചുകൊണ്ട് ഇവൻ തങ്ങി. എല്ലാവരും പോയി. ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും അധികം അകലമില്ല. ഒരു ദിവസം ഇവള് പറഞ്ഞു, എടാ എല്ലാവരും പോയി, നീ എൻ്റെ റൂമിയോ. ഇവൻ എന്നിട്ട് അവസരമൊക്കെ ക്രമീകരിച്ച് ഇവൻ റൂമിൽ ചെന്നു. ഈ പയ്യനോട് പറയാം, ബ്രദർ അറിയണോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവളെ ഞാൻ കണ്ടത്. ഞാൻ ചുരുക്കി പറയാം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. ഞാൻ ഞെട്ടിപ്പോയി ബ്രദറെ. അവൾ എന്നിട്ട് എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു, പാപം ചെയ്യാനായിട്ട് ക്ഷണിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചു, എടി അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ, വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്ന തെറ്റാ. ഇവള് പറയും, മണ്ണാൻ കെട്ടാ, നീ ഈ ലോകത്താണ് ജീവിക്കുന്നത്, ഏതായാലും കെട്ടാൻ പോകുന്നില്ല, ഇന്നും കുഴപ്പമില്ലോ. ഒരു പെണ്ണ്. ഇവൻ പറഞ്ഞു, ആദ്യം ഞാൻ തമാശയെന്ന് ഓർത്ത, പക്ഷെ ഇവള് സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഇവള് ഇവന്റെ കയ്യെ പിടിച്ച് വലിക്കുക. ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ കാര്യം പ്രേമിച്ചെന്നുള്ള ശരിയാ ബ്രദറെ, ഞാനിങ്ങനെ ചീഞ്ഞ ബന്ധമല്ല ഓർത്തത്. ഞാൻ നന്നായിട്ട് പ്രേമിച്ച് ഒരു കല്യാണം കഴിഞ്ഞ് നല്ല ജീവിതം നയിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പിശാചിനെയാണ് ഞാൻ ആ മൃഗത്തെ ഒരു ഒറ്റ തള്ളു വെച്ച് കൊടുത്തു. അവൻ പറയാം, അവള് ഭിത്തിക്കിട്ട് പോയി തലയിടിച്ച് താഴെ വീടുന്ന കണ്ടിട്ട് ഞാൻ ഇറങ്ങി ഓടി. പിന്നെ ഇന്ന് വരെ ഒരുത്തിയിടം പുറകെ പ്രേമിക്കാൻ പോയിട്ടില്ല. ഒന്ന് കൈയിടിച്ചതോ നന്ദി പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ? അപ്പം നട്ടലുള്ളവരും ഒരു പെണ്ണ് ചെയ്ത കാര്യം ഞാൻ മൊത്തമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവിടെ നിന്ന് മൊത്തം പറയണ്ടെന്ന് ഓർത്തിട്ട് ബാക്കി ക്ലാസ് നിങ്ങൾ കേൾക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നോക്കിയേ, ഒരു യുവാവിന് ഇങ്ങനെയാകാൻ പറ്റും, ഒരു യുവതിക്ക് ഇങ്ങനെയാകാൻ പറ്റും. സെലക്ഷൻ തെറ്റിയാൻ പറ്റുന്ന ദുരന്തമാണ്. ശവമായിട്ട് മാറും. ശവമായെന്ന് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ്. പക്ഷെ അപ്പുറം വേറെ ലോകമുണ്ട് ദൈവമക്കളെ. സഭാപ്രസംഗന്റെ പുസ്തകം 12:1 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്ന വചനങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്നിലും
സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് നിന്റെ യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് നിന്റെ യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക. എന്തായതിനർത്ഥം? ഇതെല്ലാം സന്തോഷമെല്ലാം തോന്നുന്നൊരു ദിവസം വരും, ഉറപ്പ്. ഒരുത്തന്റെ പുറകെ പോയിട്ട് തൃപ്തിയായെങ്കിൽ ഇവൾ 5 പുറകെ പോവോ? നിങ്ങൾ പറ, പോവോ? ഇല്ല. ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, മദ്യപിക്കുന്നവർക്ക് സന്തോഷമാണർത്ഥം മദ്യപിക്കാൻ പോവാം. സന്തോഷിക്കുകയാണ്, പിന്നെ അവിടെ കൊണ്ട് നിർത്തണ്ടേ? എനിക്ക് കുടിച്ച് തൃപ്തിയായി ബ്രദറെ, ഞാൻ നിർത്തി പറയണ്ടേ? ദാഹം കൂടുക. ഓരോ പാപം ചെയ്യുന്നവരെ സ്വച്ഛ നോക്കൂ. എൻ്റെ അടുത്തൊന്ന് ഒത്തിരി ചെറുപ്പക്കാർ ഷെയർ ചെയ്യാറുണ്ട്, ബ്രദർ കുറ്റബോധം, ചില ദുശീലങ്ങളിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുമ്പോൾ അവർ പിന്നെയും ചെയ്യാനുള്ള പ്രവണത വരിക. അപ്പൊ നോക്കി, ഈ പാപത്തിനെല്ലാം ദാഹം ഒരിക്കലും തീരത്തില്ല, ദാഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിനെല്ലാം പരിഹാരം എന്താണ്? ഞാൻ അതിലേക്ക് വരുന്നത്. പുറകെ പറഞ്ഞ് ഹാലലൂയ പറഞ്ഞേ. ഒറ്റ പരിഹാരമുള്ള ദൈവമക്കളെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 5 ഭർത്താക്കന്മാരുടെ കൂടെ നടന്ന് സ്നേഹം തികയാതെ 6ാമത് വേറൊരുത്തിനെ തേടിയ ഒരു വിജാതി സ്ത്രീ, ഒരു സമരിയക്കാരിയോട് ഈശോ പറഞ്ഞു, മോളെ, ഈ ജലം കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും. നീ ഇനി 600 പേരുടെ പുറകെ പോയാൽ നീ അടുത്ത ആളെ തേടും. നിന്റെ ദാഹം തീരുകയല്ല, നിന്റെ ഹൃദയം സന്തോഷമുണ്ടെന്ന് അറിയത്തില്ല, നീ പുതിയ സന്തോഷം തേടും. പക്ഷേ നിന്റെ ദാഹം തീരാൻ, നിന്റെ ഹൃദയത്തിന് സംതൃപ്തി കിട്ടാൻ ഞാൻ നിനക്ക് സൗജന്യമായി തരുന്ന പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തെ സ്വന്തമാക്കണം. അവള് രക്ഷപ്പെട്ടു കേട്ടോ. കുടം അവിടെ വെച്ചിട്ട് അവൾ നട്ടുച്ച നേരത്ത് തിരിച്ചു പട്ടണത്തിലേക്ക് ഓടി. ആ പട്ടണവാസികളെ മുഴുവൻ ഈശോയിലേക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മാനസാന്തരമാണ്. നോക്കി, വേശ്യാസ്ത്രീയായിട്ട് നടന്നവള് സുവിശേഷ പ്രഘോഷയായിട്ട് മാറുക. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ, വലതൊരു ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. സഭയുടെ ചരിത്രത്തിൽ ഈശോയെ സ്വന്തമാക്കി ഒത്തിരി പേര് വിശുദ്ധനായിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് അനേക വർഷങ്ങള് കുത്തഴിഞ്ഞ ജീവിതത്തിൽ ജീവിച്ച, നല്ല ബുദ്ധിയൊക്കെ ഉണ്ടായി, നല്ല പ്രസംഗം നടക്കും. പക്ഷേ ഈ പ്രസംഗത്തിൽ ആളാകാൻ വേണ്ടിയാ. ജഡികാസക്തിക്ക് അടിപ്പെട്ടൊരു വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. ക്യാതറിൻ എന്ന സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, ഈശ്വരദത്ത് എന്ന് അവന്റെ പേര്, മലയാളത്തിലെടുത്ത. 18 വർഷം അമ്മ മോനിക്കയുടെ കണ്ണീരിന് പുല്ല് വിലൽപ്പിക്കാത്ത മനുഷ്യൻ. 33-ാമത്തെ വയസ്സിൽ ഈശോ തൊട്ടു. എടുത്തു വായിക്കുന്ന ശക്തമായ സ്വരം കേട്ടിട്ട് ബൈബിൾ തുറന്നപ്പോൾ റോമാലേഖനം 13:13 പകലിന് യോജിച്ചു നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ഈ വചനം ചാട്ടുളി പോലെ അഗസ്റ്റിന്റെ ഹൃദയത്തെ കീറിമുറിച്ചു. ചരിത്രം നമുക്കറിയാം. ഈ മനുഷ്യൻ 33-ാമത്തെ വയസ്സിൽ ഈ ഈശ്വരദത്തൻ എന്ന കുട്ടിയും തൻ്റെ കൂട്ടുകാരനും 3 പേര് ഒരുമിച്ച് മാംസം സ്വീകരിക്കുക. പിന്നീട് അഗസ്റ്റിന്റെ ജീവിതം കാണാൻ പറ്റും, തീപ്പന്തമായിട്ട് മാറുക. പിന്നെ ഒരിക്കലും പിശാചിന് കിട്ടിയിട്ടില്ല. ഇന്ന് സഭയിൽ അദ്ദേഹം പിന്നീട് നമുക്കറിയാം വൈദികനായി, ബിഷപ്പായി, ഇന്ന് സഭയിൽ വേദപാരംഗതനാണ്. വിശുദ്ധരെന്ന് വിളിക്കപ്പെടുന്ന ഒരുപറ്റം വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അഗസ്റ്റിനോസ്. പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, ഈശോയെ കണ്ടുമുട്ടി അഗസ്റ്റിൻ അങ്ങ് മാറുക. ക്യാതറിന്റെ പ്രലോഭനം വന്നപ്പോൾ അഗസ്റ്റിൻ പിന്നെ പറഞ്ഞറിയാമോ? ക്യാതറിൻ, പഴയ അഗസ്റ്റിൻ മരിച്ചു, ഇത് പുതിയ അഗസ്റ്റിനാ എന്ന് കൈയടിച്ചേത്താ നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഈജിപ്തിലെ മറിയ എന്നൊരു സ്ത്രീയുണ്ട്. വേശ്യാവൃത്തിയും കൊണ്ട് നടന്ന വർഷങ്ങൾ 17 വർഷം. അതായത് 12-ാമത്തെ വയസ്സിൽ പാപം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടു ഒളിച്ചോടിയുള്ളൂ. പിന്നീടുള്ള 17 വർഷം പാപം. പക്ഷെ അതിനുശേഷം ഈശോ തൊട്ടു, ഈശോ അവളെ സ്വന്തമാക്കി. നിങ്ങൾക്കറിയണോ, അവൾ പിന്നീട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് ഗുഹകളിലും വനങ്ങളിലൊക്കെ മരുഭൂമിയിൽ പോയിട്ട് തപസ് ചെയ്ത് 47 വർഷം പിന്നീട് അതിവിശുദ്ധയായിട്ട് ജീവിച്ചുള്ള വിശുദ്ധി അവളാണ്, ഈജിപ്തിലെ വിശുദ്ധ മറിയം. എന്നൊക്കെ ഏടിച്ചെത്താൻ നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ. സാവൂൾ എന്ന ഫരിസേയ യുവാവ്, മത തീവ്രവാദി, ഇന്നത്തെ IS തീവ്രവാദിയേക്കാൾ ഭീകരനായിരുന്നു. കാരണം അന്ന് ചോദിക്കാനും പറയാൻ ആരുമില്ല. ക്രിസ്ത്യാനികളെ കൊച്ചു പിടിച്ചടച്ച് വീട്ടിൽ നിന്ന് വലിച്ചടിച്ചുകൊണ്ട് സിംഹത്തിനിട്ട് കൊടുക്കാനും ജയിലിലിടാനും തലവെട്ടാനും കുരിശിത്തറയ്ക്കാനും കത്തിച്ചു കളയാനും ഓടി നടന്ന ഫരിസേയ മത തീവ്രവാദിയെ യേശുക്രിസ്തു തൊട്ട് അവൻ യേശുവിന്റെ സ്വന്തമായപ്പം ഇന്ന് സഭ ഏറെ അഭിമാനിക്കുന്ന, ലോകത്തെ കീഴ്മേമറിച്ച പൗലോസ് എന്ന അപ്പോസ്തലനായിട്ട് മാറി. കൈയടിച്ചെത്താൻ നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനിപ്പോൾ എന്തിനാ പറഞ്ഞറിയാമോ? ഈ ഒരു കൺവെൻഷൻ ഇവിടെ നടക്കുമ്പം ഇവിടെ സെലക്ഷൻ നടക്കുന്നുണ്ട്. ഈശോ ഒരു സെലക്ഷൻ നടത്തും. ഇവിടെ എത്ര പേരെ ഈശോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഈശോ നോക്കും. നിങ്ങൾക്ക് ഒരു കഴിവും വേണ്ട, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പൊന്നുതമ്പുരാൻ നിങ്ങളെ സ്വർഗം വരെ കൊണ്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ ഈശോ തിരിച്ചു ഏറെക്കുറെ ആ ഒരു പ്രായം. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടം ഒരു കൊച്ചു കാര്യം പറയാം. ഞാൻ 6ാം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു 6 വർഷം. 6ാം ക്ലാസ് വരെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് രാജു. മിടുക്കൻ, സയൻറ്റിസ്റ്റ് ആകുന്നു, അവൻ IAS എടുത്ത് നാടിന് അഭിമാനമെന്നൊക്കെ എല്ലാവരും കരുതിയിരുന്ന ദൈവമക്കളെ. ഞാൻ 6 വർഷം ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ തിരിച്ചു വരുമ്പോൾ രാജുവിനെ പറ്റി അന്വേഷിക്കാൻ കേൾക്കുന്നത് 8ാം ക്ലാസ്സിൽ ഇവൻ പഠനം നിർത്തി. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തി. കാരണം അന്വേഷിച്ചപ്പോൾ എന്തെന്നറിയാമോ? ഇവൻ്റെ ടൗണിലുള്ള, ഇവൻ്റെ അപ്പൻ്റെ പ്രായമുള്ള കുറേ പേര്, അതിൽ ലോഡിംഗ് വർക്കേഴ്സ് ഉണ്ട്, മറ്റു പലരുണ്ട്. ഇവർ കഞ്ചാവ് വലിക്കാനും മദ്യപിക്കാനും എൻ്റെ രാജു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 2 കുഞ്ഞിപ്പെങ്ങന്മാരാ, അനിയന്മാരും ചേട്ടന്മാരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ രാജു എൻ്റെ ഇടത്ത് പറഞ്ഞ സഹോദരനെ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ അത്ര ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. അപ്പം എൻ്റെ രാജുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തി.
സ്കൂളിൽ ഏറ്റവും ബ്രില്യൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവൻ. അവൻ ഇന്ന് ഏത് പെരുന്നാളിൽ ഇവന്റെ പേരിൽ ഒരു തല്ലുണ്ട്, തല്ലുകസുണ്ട്. ഇവര് തല്ലാൻ പോകുമ്പോൾ അവരുടെ ചട്ടുകമാക്കി ഇവനെ കൊണ്ട് നടക്കുക. ഈ അവൻ മാത്രം അറിഞ്ഞില്ല, അവനെ ചട്ടുകമാക്കാൻ വേണ്ടിയാ, ആയുധമാക്കാൻ വേണ്ടിയാ കൊണ്ടുപോയി, തിന്മയ്ക്ക് ആയുധമാക്കാൻ. ഇവരുടെ പുഞ്ചിരിയെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിച്ചു. അപ്പന്റെ പ്രായമുള്ളവൻ ഊറ്റിക്കൊടുത്ത മദ്യ ഗ്ലാസ്സിൽ നിന്ന് വിഷമാ കുടിക്കുന്നവന് മനസ്സിലായില്ല. അപ്പന്റെ പ്രായമുള്ളവൻ കഞ്ചാവ് എടുത്തു കൊടുത്തപ്പോൾ അവൻ ഓർത്തു പെട്ടെന്ന് ഈ ചേട്ടന്മാരെ പോലെ വളരാൻ ഇതൊക്കെ വലിക്കണമായിരിക്കും. അതല്ലേ കൂട്ടുകാർ നമുക്ക് പറഞ്ഞു തരുന്നത്? മാധ്യമങ്ങൾ പറഞ്ഞത് ആണാകണമെങ്കിൽ ഇത് ചെയ്യണോടാ, അത് ചെയ്യണോടാ, മിടുക്കനാണ്, ഇത് ചെയ്യണം. നോ, ഏതും തോട്ടത്തിൽ ആ വിലക്കപ്പെട്ട, ശപിക്കപ്പെട്ട, നാശത്തിന് കാരണമാകുന്ന പഴത്തെ ചൂണ്ടിക്കാട്ടി സാത്താൻ പറഞ്ഞു ഇത് തിന്ന മരിക്കലെന്ന് മാത്രമല്ല ദൈവത്തെ പോലെ. ഉൽപ്പത്തി 3:6 ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അവൾ അത് പറിച്ചു കണ്ട. അങ്ങനെ തോന്നി ഹവയ്ക്ക്. ഇന്ന് സാത്താൻ പല പഴങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും ആകർഷകമായിട്ട്. അരുതാത്ത പഴങ്ങൾ, അർഹിക്കപ്പെടാത്ത പഴങ്ങൾ, അവയ്ക്ക് നേരെ കൈ നീട്ടാൻ, അവയ്ക്ക് നേരെ ഓടിയെടുക്കാൻ യുവജനങ്ങളെ പ്രേരിപ്പിക്കാന്നുള്ള സാത്താന്റെ ഹരവ. പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് വിളിക്കാം ദൈവമക്കളെ. യേശുവേന്ന് വിളിക്കാം ഉച്ചത്തിൽ. എല്ലാ ദൈവമക്കളും ചേർന്ന് വിളിക്കട്ടെ. ഈശോയേന്ന്, ഈശോയേന്ന് വിളിച്ച് ചങ്കു തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ടച്ച് ആൻഡ് ഹീൽ യുവർ ചിൽഡ്രൻ മൈ ലോർഡ്. ഇൻഫിൽ ആൻഡ് എംപവർ യുവർ ചിൽഡ്രൻ. Spread out your wounded hands and embrace your children. Jesus, we proclaim your glory. Reveal the powerful mighty presence, my Lord. ഒറ്റവിളി ഈശോ എന്ന് വിളിക്കട്ടെ എല്ലാവരും ചേർന്ന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാജുവിനെ അന്വേഷിച്ച് നടന്ന് കണ്ടു കിട്ടിയത് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ്. ഇവരുടെ കൂടെ ഇറങ്ങി വരിക. ഞാൻ ഓടി രാജുവിനടുത്ത് നീ എന്നെ അറിയുമെന്ന് ചോദിച്ചു. അവൻ ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടി. കാരണം ഞങ്ങൾ കുറേ നാൾ കൂടാ. അവൻ എന്നെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ട്. നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയി. നല്ല പൂസാ. ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. വീണ്ടും +2 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരിക. 12ാം ക്ലാസ് +2 കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഓർത്തി രാജുവിനെ ഒരു ധ്യാനം കുടിച്ച് രക്ഷപ്പെടും, ഒരു യുവജന ധ്യാനം കുടിച്ച് രക്ഷപ്പെടും. ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടത് എന്തെന്നറിയണോ? എൻ്റെ രാജു എന്ന് ഞാൻ വിളിച്ചിരുന്ന മിടുക്കനായ രാജുവിൻ്റെ ശവശരീരം ഒരു പൊട്ടക്കിണറ്റിൽ കിടന്ന് കിട്ടി. രാജുവിൻ്റെ ശവശരീരം ഒരു പൊട്ടക്കിണറ്റിൽ കിടന്ന് കിട്ടി. +2ന്റെ പ്രായം. നാട്ടുകാർ തല്ലിക്കൊന്നവൻ ചെല്ല് പറയുന്നു, അവൻ ആത്മഹത്യ ചെയ്യാൻ ചെല്ല് പറയുന്നു. അന്നൊക്കെ എനിക്ക് 2 സ്വപ്നം ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഒരു വിശുദ്ധനായ വൈദ്യനാകുക, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആകാം. പക്ഷെ എൻ്റെ രാജുവിൻ്റെ മരണം എന്നെ വണ്ടാലിനെ പിടിച്ചു കുലുക്കി. തൊട്ടടുത്ത ദിവസം എൻ്റെ സ്വന്തം ഇടവകയിൽ 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ വിഷം കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ട് അവൻ്റെ അപ്പനും അമ്മയുടെ കഞ്ഞി കോരി കൊടുത്തിട്ട് രംഗം ഞാൻ കാണുന്ന ഹോസ്പിറ്റലിൽ. പറഞ്ഞ ഹല്ലേലൂയ. കൂട്ടുകാരെന്നും പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നവൻ നിത്യ നരകത്തിലേക്കും പടുകുടിയിലേക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നുള്ള തിരിച്ചറിവ് കിട്ടിയില്ലെങ്കിൽ പല കൂട്ടു ചെകുത്താന്മാർ നമ്മുടെ ജീവിതത്തെ തകർക്കും ദൈവമക്കളെ. പറഞ്ഞ ഹല്ലേലൂയ. ഇതാ ഞാൻ സെലക്ഷൻ എന്ന് പറഞ്ഞത്. കൂട്ടുകാരെന്നും പറഞ്ഞ് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നവൻ നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന തിരിച്ചറിവില്ലെങ്കിൽ നിന്റെ ശവവും ഒരു ദിവസം ഇതുപോലെ തെരുവിൽ വീഴുമെന്നുള്ള മുന്നറിയിപ്പ് കർത്താവ് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് തരട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞ ഹല്ലേലൂയ. 22 വയസ്സാണ് എൻ്റെ ഫൊറോന ഇടവകയിൽ ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ച് കഷ്ടിച്ച് വഴിയെ പോയൊരു പെങ്കൊച്ച് എന്തോ നിലവിൽ വന്ന് എന്തോ സ്വരം കേട്ട് ജനലിൽ കൂടെ നോക്കിയപ്പം 2 കാല് കണ്ടിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി അവനെ വലിച്ചു പുറത്ത് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞാൻ ഓർത്ത് എൻ്റെ ചെറുപ്പക്കാർക്ക് എന്തേ പറ്റുന്നത്. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ മുട്ടുകുത്തി കരഞ്ഞു, വലിയമായി കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ രാജു എന്ന് ഞാൻ വിളിച്ചൊരു യുവാവ് മരിച്ചപ്പോഴാണ് ചുറ്റും പടഞ്ഞു മരിക്കുന്ന യുവാക്കൾ എൻ്റെ സഹോദരങ്ങളാണ് ധരിച്ചിട്ടുണ്ടായി. ഇല്ല, ഇതൊക്കെ എന്തേലും നമ്മൾ ന്യൂസ് കേൾക്കുന്നു, എന്തേലും നമ്മൾ കണ്ടുകൂട്ടുന്നു. മാരൊക്കെ നടക്കല്ലേ, ബൈക്കൊക്കെ കയറി പിന്നെ എവിടെ നിന്ന് അറിയത്തില്ല, നമ്മൾ കമന്റ് പറഞ്ഞങ്ങ് പോകും. പക്ഷെ എൻ്റെ രാജു മരിച്ചപ്പം പിന്നെ മരിക്കാൻ തുടങ്ങുന്നവരൊന്നും വെറും ചെറുപ്പക്കാരുടെ എനിക്ക് തോന്നിയില്ല, എൻ്റെ സ്വന്തമാണെന്ന് തോന്നാൻ തുടങ്ങി. ഞാൻ എൻ്റെ തമ്പുരാനോട് ഒറ്റ കാര്യം പറഞ്ഞു, ഈശോയെ എനിക്കൊരു സയൻറ്റിസ്റ്റും ആകണ്ട. അതിനു മുമ്പ് എന്നോട് ഞാൻ ഒരു കാര്യം എന്തെന്നറിയാമോ, നീ സയൻറ്റിസ്റ്റായിട്ടൊരു ബംഗ്ലാവും പണിത് വലിയ 2-3 കാറും വാങ്ങിച്ച് ഒരു ഭാര്യ 3-4 കുഞ്ഞുങ്ങളുമായിട്ട് നീ സുഖിച്ച് ജീവിച്ച് മരിക്കുന്നു വെക്കുക. ഞാൻ എന്നോട് ചോദിച്ചു, നിന്റെ രാജുവിനെ പോലെ ഇത്രയും ചെറുപ്പക്കാർ നിന്റെ ചുറ്റും പെടഞ്ഞ് പട്ടിയെ പോലെ മരിക്കുമ്പം നീ നിന്റെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാണെങ്കിൽ നീയും ഒരു വിജാതിയും തമ്മിൽ എന്താ വ്യത്യാസം? എന്നോട് ഞാൻ ചോദിച്ചു, നിന്റെ നെറ്റിയിൽ ചാർത്തപ്പെട്ട മാമോദിസ മുദ്ര കൊണ്ട് നിനക്ക് എന്ത് വ്യത്യാസം വന്നു? ഒരു വിജാതിയും നീയും തമ്മിൽ എന്താ വ്യത്യാസം? അവനും ജീവിക്കുന്നു, നീയും ജീവിക്കും. ഒരു പടി കൂടി കടന്നിട്ട് എൻ്റെ ദുഃഖം കൊണ്ട് ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീയും ഒരു പട്ടിയും തമ്മിൽ എന്താ വ്യത്യാസം? പട്ടിയും തിന്നുന്നു, അതും കുറച്ചാൾ സുഖിക്കുന്നു, അതും കുറെ പിള്ളേർക്ക് ജന്മം കൊടുക്കുന്നു, അതും പിടഞ്ഞു മരിക്കുന്നു, അതും മണ്ണോട് ചേരുന്നു. അങ്ങനെ ജീവിച്ച് മരിക്കാനാണെങ്കിൽ
നിന്റെ നെറ്റിയിൽ എന്തിനു പിന്നെ ഈ മാമോദീസ മുദ്ര ചാർത്തപ്പെട്ടു? നിനക്കൊരു വിശുദ്ധന്റെ വിശുദ്ധ പേര് കിട്ടി. ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ ആ ദിവസങ്ങളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ദൈവമക്കളെ. വാവിട്ട് നിലവിളിച്ചിട്ട് എൻ്റെ ഈശോയോട്, എനിക്ക് വേണ്ടി കുരിശ് മരിച്ച ഈശോയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു സയൻറ്റിസ്റ്റും ആകണ്ട, മരിക്കുന്നതിന് മുമ്പ് ഒരു 10 ചെറുപ്പക്കാരൻ നിനക്ക് വേണ്ടി നേടിയിട്ട് ഞാൻ മരിച്ചോളാം ദൈവമേ. ഞാനന്ന് ഈശോയോട് പറഞ്ഞു, ഒരു 10 പേരെ നേടിയിട്ട് മരിക്കാൻ എനിക്ക് പറ്റിയാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. പിന്നെ അന്ന് ഞാൻ ഈ 10 പേരെ നേടുന്ന കാര്യം പറഞ്ഞപ്പോൾ അറിയണത് മക്കളെ, ഒരാളുടെ കണ്ണിപ്പോലും നോക്കാൻ ധൈര്യമില്ലാത്ത ഭീരുവായിരുന്നു ഞാൻ. ഒരിക്കൽ പോലും പ്രസംഗം പറയാത്ത, ഒരാളുടെ കണ്ണി നോക്കണമെങ്കിൽ 10 പേരെല്ലാം ഞൊട്ട വിട്ട് നഖം കടിച്ച് നിലത്ത് കളം വരച്ചുകൊണ്ടിരുന്ന ഭീരുവായിരുന്നു ഞാൻ. 6 വർഷത്തെ ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞിറങ്ങി എൻ്റെ മുടി നരച്ചായിരിക്കുന്നു. 9ാം ക്ലാസ് നരയ്ക്കാൻ തുടങ്ങിയത്. നവോദയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. നവോദയയുടെ മൈഗ്രേഷനായിട്ട് ഉത്തർപ്രദേശിൽ നൈനിത്താൾ ജില്ലയിൽ രുദ്രപൂർ എന്ന സ്ഥലത്താണ് 9-10 ക്ലാസ്സിൽ പഠിച്ചത്. കരഞ്ഞ് രാത്രിയൊക്കെ തലയണ കുതിർന്നിട്ടുണ്ട്, വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. ഒറ്റ വർഷം കൂടിയാണ് 10ാം ക്ലാസ്സിൽ വീട്ടിൽ വരുന്നത്. ഒറ്റ വർഷം അവിടുന്ന് വിടത്തില്ലായിരുന്നു. അപ്പനെ അമ്മ 2 കുഞ്ഞിപ്പങ്ങന്മാരെ കാണാൻ പറ്റാൻ കരഞ്ഞിട്ടുണ്ട്. ഭയങ്കര പീഡനമായിരുന്നു അവിടെ. 4 സിഖുകാർ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. റിവോൾവറുമായിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ വരത്തില്ല, എൻ്റെ ക്ലാസ്മേറ്റ്. അവൻ സ്വന്തം കാറിൽ റിവോൾവറുമായിട്ടാണ് കോമ്പൗണ്ടിൽ കയറി വരും. ചേരിത്തല്ലുകൾ, ഈ വംശങ്ങൾ നമ്മൾ അടിയും. നമ്മളിവിടുന്നൊക്കെ പോയിട്ട് നമുക്കിത് ധരിച്ചിരിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒറ്റ വർഷം ഞങ്ങൾക്ക് അവധിയില്ല. 6 മാസം കഴിഞ്ഞുകൊണ്ട് അവധി ഗവൺമെൻറ് ക്യാൻസൽ ചെയ്ത്, ഗവൺമെൻറ് ഒറ്റ വർഷത്തോടെ വന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുടിയൊക്കെ നരച്ചു. കാരണം താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദം. +2 കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ദൈവമക്കളെ എനിക്കൊരാളുടെ കണ്ണ് നോക്കാൻ പോലും ഭീരുത്വം ഉണ്ടായിരുന്നു. പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞേ. ഒരിടത്തും പ്രസംഗം പറഞ്ഞിട്ടില്ല. ഈ ഞാനാണ് ഈശോയോട് പറഞ്ഞത്, നിനക്ക് വേണ്ടി 10 ചെറുപ്പക്കാരെ നേടിക്കോളാം, എന്നിട്ട് മരിച്ചോളാം. പിന്നെ കണ്ടതൊക്കെ അത്ഭുതമാട്ടോ. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം 10 അല്ല 10 ലക്ഷത്തിന് മേളിൽ ആളുകളുടെ മുമ്പിൽ കൂടെ കർത്താവ് കൊണ്ടുപോയി. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുതേ മക്കളെ, ഒരു കഴിവും വേണ്ട. നിങ്ങളുടെ ചുറ്റും സാത്താൻ കൊത്തിക്കൊണ്ടു പോകുന്ന ഈ യുവാക്കളെ യുവതികളെ സ്വന്തം കുടുംബത്തിൽ പിറന്ന സഹോദരങ്ങളായിട്ട് കാണാനൊരു മനസ്സ് കിട്ടിയാൽ, നിങ്ങൾ സ്വപ്നത്തിൽ കാണാത്ത വഴി കൂടെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോയി, ഞാൻ ഉറപ്പ് തരാം. പക്ഷേ അടുത്ത് നിൽക്കുന്നവൻ ആങ്ങളെയാ പെങ്ങളാ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഇരുട്ട് മാറണം. സാത്താനിന്റെ കണ്ണിൽ ഒത്തിരി ഇരുട്ട് കുത്തിവെച്ചു. ചുറ്റുമുള്ള സഹോദരങ്ങളെ മറ്റു പലത് കാണാനായിട്ട്, സഹോദരനെയും മാംസമായിട്ട് കാണാനുള്ള പ്രവണത സാത്താനിന്ന് കുത്തിവെച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല. 4ാം ക്ലാസ്സുകാരൻ സ്വന്തം കുടുംബത്തിൽ രക്തബന്ധം, നിങ്ങൾ യൂത്തായിട്ട് തെളിച്ചു പറയാം, അമ്മയും പെങ്ങളും കുളിക്കാൻ പോകുന്ന ഒളിച്ചു നിന്നവൻ വീഡിയോയിൽ ക്യാമറയിൽ പകർത്തിയിട്ട് സ്വന്തം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരന് 10 രൂപയ്ക്ക് വിറ്റു. ഞാൻ അറിഞ്ഞ കേസാ, തൊട്ടടുത്തറിഞ്ഞ കേസാ. പക്ഷെ നിങ്ങൾ ചിരിക്കുമായിരിക്കും, അല്ല ചിലപ്പോൾ തരിക്കുമായിരിക്കും. അങ്ങനെ ഒരു അനുജനോ അനിത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തരിക്കും, ഇല്ല ചിരിക്കും. എന്തുകൊണ്ട് സംഭവിച്ചു? 4ാം ക്ലാസ്സുകാരന് സാത്താൻ അത്രമാത്രം വിജയിച്ചു. 5ാം ക്ലാസ്സിൽ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയ ഒരു പയ്യൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിയനിൽ ധ്യാനിക്കാൻ വന്നു. ആ ധ്യാനം കഴിഞ്ഞിട്ട് 1 വർഷം അവൻ അവിടെ പ്രേക്ഷിതനായിട്ടൊക്കെ നിൽക്കാൻ സഹായിക്കാൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എന്നെ കാണുമ്പോഴല്ലേ ഇവൻ ഓടി മാറുക. ഞാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിച്ചു. ഇവൻ ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ള പുറകിലോട്ട് മാറും, തൂണിന് പുറകിൽ പോയി നിൽക്കും. ഇവൻ ഒരിക്കലും മുഖം തരത്തില്ല. ഇത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ദിവസം ബോധപൂർവ്വം ഞാൻ അവനെ വിളിച്ചു, മോർണിംഗ് വന്നേ. കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ, ഇവൻ 8ാം ക്ലാസ് വരെ കഞ്ചാവ് വലിക്കുമായിരുന്നു. 8ാം ക്ലാസ്സിൽ, അതായത് എന്നോട് സംസാരിക്കാൻ 1 വർഷം മുമ്പ് ഇവൻ്റെ ഒരു ബന്ധു ഇവനെ അവിടെ ധ്യാനിക്കാൻ കൊണ്ട് അവിടെ വന്നു. അവൻ വചനം കേട്ടപ്പോൾ അവന് മനസ്സിലായി, അവൻ കണ്ടതല്ല ലോകം, അവന്റെ കൂട്ടുകാർ കാണിച്ചു കൊടുത്തതല്ല ലോകം, അതിനപ്പുറം പ്രകാശത്തിന്റെ വേറൊരു ലോകം ഉണ്ടെന്ന് അവന് മനസ്സിലായി. മാത്രമല്ല, ഈ ഭൂമിയിലെ ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോകേണ്ടവനാണ് അവൻ തിരിച്ചറിവുണ്ടായി. ഈ കല്ലറ കൊണ്ട് ഈ ലോകം തീരില്ല, ഈ ആടയാഭരണങ്ങൾ തീരില്ല, ഈ നിറം പുരട്ടിയ വസ്തുക്കൾ തീരില്ല. ഇതിനപ്പുറം ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട ഒരു ലോകം ഉണ്ടെന്ന് അവൻ മനസ്സിലായി. അവിടെ നരകമാണോ സ്വർഗമാണോ തിരഞ്ഞെടുക്കപ്പെടുക, അവൻ എന്ത് കിട്ടുമെന്നുള്ളത് അവനെ വല്ലാണ്ട് ഒലിച്ചു. അവൻ നന്നായിട്ട് കുമ്പസാരിച്ചു മക്കളെ. അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് ഡെലിവറൻസ് പ്ലാനായിട്ട് പോയി. ഡൊമിനിക്കേഷനെ പറ്റി നിങ്ങൾ കേട്ടുണ്ടെന്ന് കരുതാൻ. 24 വർഷം മുമ്പ് ധാരാളം വരങ്ങളും കൃപകളും അച്ഛന് കർത്താവ് കൊടുത്തു. എന്തിനെന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കളെ പിശാചിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ. അച്ഛൻ അന്ന് തിയോളജി പഠിക്കുന്ന കാലഘട്ടമാണ്. അന്നാണ് അച്ഛനെ കർത്താവ് എടുത്തത്. പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പിന്നീടുള്ള 24 വർഷം കർത്താവിൻ്റെ വലിയ കൃപ ലോകം മുഴുവൻ ഒടുക്കാൻ അച്ഛനെ കർത്താവ് ഉപകരണമാക്കി. സന്തോഷം പറഞ്ഞ് ഹല്ലേലൂയ. ഞങ്ങൾ ഇപ്പോൾ വരുന്നത് പിറവത്തു നിന്നാണ്. പിറവം കൺവെൻഷനാണ് ഈ 5 ദിവസം. ഒത്തിരി പേരിലേക്ക് കർത്താവിൻ്റെ കൃപ മുഴുവൻ ഞങ്ങൾ കണ്ടു. ഇന്ന് കരഞ്ഞുകൊണ്ട് രാവിലെ ഞാൻ ഇവിടുന്ന് വെളുപ്പിന് പോരുമ്പോൾ ഒത്തിരി പേര് ഒന്ന് കരയുന്നൊക്കെ ഞാൻ കണ്ടു. ബ്രദറെ രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് ഒരു വ്യക്തി അവിടെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കൂടി വന്നിരുന്നൊരു കരഞ്ഞിട്ട് പറഞ്ഞു, ബ്രദർ കർത്താവ് എന്ത് അത്ഭുതമാണ് ഈ ദേശത്ത് ചെയ്തത്. ഈ ദേശത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കാണ് വചനം കടന്നു വന്നത്. ഓരോ ദിവസവും ദൈവവചനം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവായിരുന്നു. ബ്രദറെ
ഈ നാട് രക്ഷപ്പെടും. കാരണം പിശാച് പൂട്ടിയിട്ടിരുന്നൊരു ദേശം, അവിടെ കർത്താവ് ഇടപെട്ടു. കർത്താവ് സാത്താൻ്റെ ഒരു പിടിച്ചു വാങ്ങിച്ചു. മദ്യത്തിൽ മുങ്ങിക്കുളിഞ്ഞു കിടന്ന കുടുംബങ്ങൾ അവരെ കർത്താവ് വീണ്ടെടുത്തു. നല്ല കുമ്പസാരം നടത്തി. മദ്യപിച്ച് ഓടി നടന്നവർ, അവിടെ ശുശ്രൂഷയ്ക്ക് വന്നവർ പോലും, എന്ന് വെച്ചാൽ വോളണ്ടിയേഴ്സായിട്ട് വന്നവർ പോലും മദ്യപിച്ച് വരുന്നവരെയും കണ്ടു. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഡൊമിനിക് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ഒരാളെ വേണമെന്ന് എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾക്ക് സ്മെല്ല് കാണാൻ നിൽക്കത്തില്ല. എൻ്റെ അടുത്ത് നിന്നൊരു മൂക്കൂത്തിക്കൊണ്ട് മാറി പൂസായിട്ട് നിൽക്കുക. ചേട്ടൻ്റെ സ്നേഹം കൂടി അപ്പോൾ ആ പൂസ് വന്നപ്പോൾ ഡൊമിനിക് അച്ഛനെ കൊണ്ട് ഇയാളെ ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. ആദ്യം പ്രാർത്ഥിക്കേണ്ട ആരെയാ? കാരണം മുതുപിശാച് ഉള്ളിലിരിക്കുകയല്ലേ. പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ആ ചേട്ടനും നന്നായിട്ട് കുമ്പസാരിച്ച്, ഇന്നലെ അച്ഛൻ മിനിഞ്ഞാന്ന് അവിടെ ആളുകൾക്ക് വേണ്ടി ബൈൻഡ് പീരീഡ് നടത്തുമ്പം വോളണ്ടിയറായിട്ട് ഈ ചേട്ടനും വന്നു. അപ്പോൾ അവിടെ ആളുകളെ ക്രമമായിട്ട് വിടുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പം ഞാൻ ഇവരെ ആദ്യം ഒന്നിച്ചുകൂട്ടി ഒന്ന് ഒരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ പോയത്. ഞാൻ കണ്ടു ഈ ചേട്ടൻ കയ്യിൽ നിന്ന് കൊന്ത താത്തിട്ടില്ല. ഈ ചേട്ടനെ തീഷ്ണതയോടെ കരഞ്ഞ് കൊന്തയിൽ ഈ വരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നിന്നു. ഇന്ന് രാവിലെ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ചേട്ടൻ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇത് പറഞ്ഞു, ഈശോയ്ക്ക് ഒത്തിരി നന്ദി ബ്രദറെ, കണ്ടോ രക്ഷപ്പെട്ടു, കൈയടിച്ചെത്താൻ നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ, സന്തോഷം നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ അന്ന് തൊട്ട് അച്ഛൻ ആരംഭിച്ചു ശുശ്രൂഷ. അച്ഛന് ഒത്തിരി വരങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വരമാണ് ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ്, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ്. ഒരു വ്യക്തിയിൽ 3 തരത്തിലുള്ള ആത്മാക്കൾ പ്രവർത്തിക്കാം. അങ്ങോട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ വ്യക്തിയുടെ തന്നെ ബുദ്ധി, അല്ലെ അവൻ്റെ തന്നെ ആത്മാവിൻ്റെ പ്രവർത്തനം. 2 പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, മറ്റൊന്ന് അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പിശാചിൻ്റെ പ്രവർത്തനം. എൻ്റെ നിങ്ങളുടെ കാര്യം പറഞ്ഞത്, നമ്മുടെ ഈ ശരീരത്തെ 3 പേർക്ക് കൈകാര്യം ചെയ്യാം. അതാണ് പ്രശ്നം. ഇനി എവിടെ എൻ്റെ ആത്മാവിനെയാണ് പിശാചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ സ്വാധീനിക്കുക? പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. അത് ആര് സ്വാധീനിക്കുന്നു അതിനനുസരിച്ച് എൻ്റെ ജീവിതം മാറും. കാരണം എൻ്റെ ആത്മാവാണ് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്, എൻ്റെ മനസ്സാണ് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ എൻ്റെ മനസ്സിന് പറ്റണമെങ്കിൽ എൻ്റെ മനസ്സിനെ എൻ്റെ ആത്മാവ് നിയന്ത്രിക്കണം. അത് ചെയ്യാൻ എൻ്റെ ആത്മാവിന് പറ്റണമെങ്കിൽ എൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് നയിക്കണം. വിശുദ്ധിയുടെ ഒറ്റമൂലി ഇക്വേഷൻ ഞാൻ പറഞ്ഞത്. കൈയടിച്ചെത്താൻ നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ, കരമടിച്ചെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. വിശുദ്ധി പാലിക്കാൻ ഒരുവന് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിനെ ഭരിക്കണം, അവൻ്റെ ആത്മാവ് അവൻ്റെ മനസ്സിനെ ഭരിക്കണം, അവൻ്റെ മനസ്സ് അവൻ്റെ ശരീരത്തെ ഭരിക്കണം. വഴിയെ പോകുന്ന പെങ്കൊച്ചിനെ നോക്കടാന്ന് കണ്ണ് പറയുമ്പം കണ്ണിനോട് നോക്കലടാ അത് നിന്റെ പെങ്ങളാടാന്ന് പറയണമെങ്കിൽ എൻ്റെ മനസ്സിന് ശക്തി വേണം. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കണ്ണിനോട് മനസ്സ് പറയണം അത് നിന്റെ പെങ്ങളാണ്, നോക്കാൻ പാടില്ല. അത് പറയാൻ പറ്റണമെങ്കിൽ എൻ്റെ മനസ്സിനോട് എൻ്റെ ആത്മാവ് പറയണം അതെൻ്റെ പെങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. അത് പറയാൻ എൻ്റെ ആത്മാവിന് പറ്റണമെങ്കിൽ എൻ്റെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ കേൾക്കണം, അത് നിന്റെ സഹോദരിയാണ്. കണ്ടോ, ഈശോ സ്വന്തമാക്കുന്നവൻ അതാണ് പരിശുദ്ധാത്മാവ് കിട്ടുമ്പോഴുള്ള കൃപ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കാം, നമുക്കാരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാവരും ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാം മറന്ന കർത്താവിനെ ആടിപ്പാടി ആരാധിക്കണം. സർവശക്തനായ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പാപത്തെ എല്ലാം കഴുകി വിശുദ്ധീകരിച്ച് അവിടുന്ന്, പാപത്തിൻ്റെ കറകളിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കാൻ, പ്രിയപ്പെട്ട മകനെ മകളെ, ഈ രാത്രിയിൽ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനെ തുറന്ന് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ,
എല്ലാറ്റിനെയും പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവമേ, ഈ ആലയത്തിൽ അങ്ങയുടെ ശക്തി നിറയണമേ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ. ഈ ആലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ മുതൽ പിൻഭാഗം വരെ കർത്താവെ നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ ഈ മക്കളുടെ മേൽ പരിശുദ്ധനായവന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ. ലൂക്ക 6:19 അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എല്ലാവരെയും സുഖപ്പെടുത്തി. 2 കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. ആരാധനയ്ക്ക് യോഗ്യര്, സർവശക്തനായവര്, ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതി. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 സർവശക്തനായ ദൈവമേ, ഈശോമിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ ഈ ആലയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ ആലയത്തിൻ്റെ മേൽ അയക്കണമേ. ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ ശക്തി വന്ന് നിറയണമേ. കർത്താവേ, എടുത്തു മാറ്റാനാവാത്ത തിന്മയുടെ സ്വാധീനങ്ങളുടെ മേൽ, എടുത്തു മാറ്റാനാവാത്ത പാപത്തിന്റെ ശക്തികളുടെ മേൽ, ദുരാസക്തികളുടെ മേൽ, തഴക്കദോഷങ്ങളുടെ മേൽ, തിന്മയുടെ പാപസ്വാധീനങ്ങളുടെ മേൽ ദൈവമേ, ഓരോ മകന്റെ മേലും മകളുടെ മേലും ഈശോമിശിഹായുടെ കുരിശുമരണത്തിന്റെ പീഡാനുഭവത്തിന്റെ ഉത്ഥാനത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. എല്ലാ മക്കളും മുട്ടുമേ നിൽക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അനവധിയായ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ വാരിക്കോരി ചൊരിയുന്ന വലിയൊരു ആശീർവാദത്തിൻ്റെ സമയമാണിത്. കുമ്പസാരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാകാൻ തീരുമാനമെടുത്ത് ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈശോയുടെ ആ മഹാസ്നേഹത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മകനെ മകളെ കർത്താവ് ഈ ആശീർവാദം തരുന്നത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ്, അനുഗ്രഹത്തിൻ്റെ അവകാശിയായി നിന്നെ മാറ്റാനാണ്. ലോകത്തിൻ്റെ അതിർത്തികളോളം നിന്നെ ഒരു അനുഗ്രഹമായി ഉയർത്തി നിർത്താനാണ് കർത്താവ് ഈ ആശീർവാദം തരുന്നത്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം തരുമ്പോൾ 2 കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ച് എത്രത്തോളം നിങ്ങൾ കൃപ ആഗ്രഹിക്കുന്നു അത്രത്തോളം ഈശോയുടെ വലിയ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഒയ്യാരേ 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 ചങ്കിലെ